സിമി ഇവിടെ ഇരിക്കുവല്ലോ സിമി. ആണമ്മേ. നീയേ മുൻവശത്തോട്ടും ചെല്ല്, രണ്ടുപേരും അവിടെ ഇരുന്നോട്ട് ചെയ്യുന്ന പേരാള് കാണണം. ആരമ്മേ? ഇടി നിന്റെ ഭാര്യ, നിന്റെ അനിയത്തി ഇല്ലയോ? നിന്റെ കെട്ടിയവനായിട്ട് അവിടെ നിന്ന് ഭയങ്കര വർത്താനവും ശൃംഗാരവും. മമ്മിക്ക് എന്തോമ്മേ? അവര് അനിയത്തി ചേട്ടനും ഇല്ലയോ മീ? മമ്മി ഇങ്ങനെ സംശയങ്ങളോട് കാണുന്നത് എന്തിനാ? സംശയങ്ങൾ പിന്നെ നീ കരയാനിടയാവരുത്. പിന്നെ അവൾ എന്റെ അനിയത്തിയാ. എന്റെ ഭർത്താവിനെ എനിക്കറിയാം. എന്റെ ഭർത്താവും. പക്ഷെ രണ്ടുപേരും കൂടെ അവിടെ ഇരുന്നുകൊണ്ട് എന്തൊക്കെയാ പറയുന്നത്, എന്തെല്ലാം കളിയും ചിരിയും. ഇത് മഞ്ഞപ്പിത്തുള്ളവരുടെ കണ്ണി നോക്കൊണ്ട് നോക്കി എല്ലാം. എന്നാ ഞാൻ പറഞ്ഞത് ഞാൻ എടുത്തിരിക്കുന്നത് നിനക്ക് അനുഭവത്തിൽ വരും. എന്റെ മണ്ണും ചാരി ഇരിക്കുന്ന പെണ്ണും കൊണ്ടുപോയെന്ന് പറഞ്ഞ പഴഞ്ചൊല്ലി കേട്ടിട്ടുണ്ട് ഞാൻ. നിനക്ക് വേണമെങ്കിൽ നീ ചെന്ന് നോക്കിയോ നിയന്ത്രിക്കുകയോ അതിനെ ശാസിക്കുകയോ എല്ലാം ചെയ്യാൻ. മമ്മി അലക്കാതെ പോകും. ഒരിക്കലും അങ്ങനൊന്നും ചെയ്യത്തില്ല. അവൾ എന്റെ അനിയത്തി ഇല്ല. എന്റെ കൂടപ്പിറപ്പ് എന്തോ എന്റെ ജീവിതം തകർക്കുവോ? ഇല്ലയോ? അങ്ങനൊന്നും ഒരിക്കലും ചെയ്യത്തില്ല. എന്നും പറയണേ അങ്ങനെ. പിന്നെ അമ്മ പറഞ്ഞത് ശരിയായിരുന്നെന്ന് പിന്നെ പറയരുത് കേട്ടോ. അമ്മയ്ക്ക് മമ്മിയുടെ മോനെ വിശ്വാസം ഇല്ലയോ? മോനെ വിശ്വാസമുണ്ട്, പക്ഷെ ഇത് കണ്ടപ്പോൾ എനിക്ക് വിശ്വാസമില്ല. ആ ഒരു ഭാഗം നീ ഒന്ന് കണ്ടു നോക്കണം. ചെന്ന് ഞാൻ കണ്ടോണ്ട് വരുവാ ഞാൻ. അത് നിനക്ക് വേണമെങ്കിൽ ചെന്ന് നിയന്ത്രിക്കുകയോ അല്ലെങ്കിൽ നിർത്തലാക്കുകയോ ചെയ്യുക. അനിയത്തിയുടെ വീട്ടിൽ പറഞ്ഞോട്ടെ. നിന്റെ വീട്ടിൽ വന്ന് നിൽക്കുന്നതോട് മര്യാദയ്ക്ക് നിൽക്കണം. അല്ലെങ്കിൽ അതിന് എൻ്റെ ചേട്ടനെന്നൊക്കെ എൻ്റെ ചേട്ടൻ്റെ അകലത്തിൽ നിൽക്കണം. അവിടെ അവനെ കെട്ടിപ്പിടിച്ചെന്നല്ല ഇരിക്കേണ്ടത്. മമ്മി എന്ത് പറയുന്ന? അവര് ചേട്ടൻ എന്തോ അനിയത്തിയോടത്ത് എന്തെങ്കിലും മോശമായിട്ട് കാണുമോ? അതൊക്കെ എന്തോ കാര്യം ഞാൻ പറഞ്ഞു. ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ഒരു അനിയത്തിയെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുത്. അവൾ എന്റെ അനിയത്തിയെ കുറിച്ചല്ല പറഞ്ഞത്. പക്ഷെ നിനക്ക് വേണമെങ്കിൽ നീ നിയന്ത്രിക്കണം. അല്ലെങ്കിൽ പിന്നെ മമ്മി പറഞ്ഞ ശരിയാണ്, നീ മമ്മിയെ പറഞ്ഞ് വിശ്വസിച്ചില്ലെന്ന് പിന്നെ കരഞ്ഞോണ്ട് കിടക്കരുത്. ഇല്ല, ഈ ഒരു കാര്യത്തിൽ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് വേണമെങ്കിൽ പിന്നെ സൂക്ഷിച്ചു. എനിക്കതേ പറയാനുള്ളൂ. എൻ്റെ അനിയത്തിയാ കാര്യം ശരി, എൻ്റെ ഭർത്താവാ. പക്ഷെ അവര് ചേട്ടനും ചേട്ടനും കൂടി ഇരിക്കുന്നത് എങ്ങനെയാ ചെന്ന് നോക്കുന്നു. അങ്ങനെയാണ് എല്ലായിടത്തും ചേട്ടന്മാരും അനിയത്തിമാരും വരും. പ്രായപൂർത്തിയായ ഒരു പെണ്ണാണ് അവളെ ചേട്ടൻ്റെ അടുത്ത് ചെന്നിരുന്നുകൊണ്ട് കിന്നാരം പറയുമ്പോൾ ആർക്കും അത് സഹിക്കത്തില്ല. അതിനൊരു അകലമുണ്ട്. ആ അകലത്തിൽ ഇരുന്നോണം സംസാരിക്കുന്നത്. എന്തോ സംസാരിച്ചാലും അതിൻ്റെ ചിരിയും പഴഞ്ഞാട്ടവും ആക്ടിങ്ങൊക്കെ കണ്ടിട്ടാണ് ഞാൻ വന്ന് പറയുന്നത്. ഞാനും ഇതൊക്കെ കുറെ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, ഓരോരുത്തർ നടക്കുന്ന സംഭവം വെച്ചോണ്ട് ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. നിനക്ക് വിശ്വസിക്കാമെങ്കിൽ വിശ്വസിക്കുക, അല്ലെങ്കിൽ നീ അനിയത്തെ വിശ്വസിച്ചുകൊണ്ട് അവിടെ കുത്തിയിരുന്നു. അവസാനം അനിയത്തിയും ചേട്ടനോടെ പോകാൻ കിടന്നാണ്ട് കരയരുത്. അവള് വരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ കിടക്കാൻ ഇപ്പൊ എഴുതൽ ചേച്ചി വിട്ടിരുന്ന ഓലക്കാല് ചെയ്യുവോ? ഇപ്പഴെങ്കിലും വരത്തില്ല. അവള് വരുന്ന നിന്റെ പഠിത്തമൊക്കെ എന്താ? എന്റെ പഠിത്തം കഴിയാറായി. ഈ വർഷമേ ഉള്ളൂ. മേലെ എന്റെ അനിയത്തെ കുറിച്ച് ഇങ്ങനെ വല്ല പോലെ ശരിയാക്കും. എന്റെ ദേഹത്തുനിന്ന് അങ്ങോട്ട് മാറി. അനിയത്തെ കുറിച്ച് ഇങ്ങനെയൊക്കെ ഞാൻ പറഞ്ഞു, നിനക്ക് വിശ്വാസമല്ല. എനിക്ക് വിശ്വാസമല്ല. ഞാനിപ്പോ കണ്ടില്ല. എന്റെ ഭർത്താവിനെ എനിക്കറിയാം. ഞാൻ മേലെ എന്റെ അനിയത്തെ കുറിച്ച് പറയാം. കണ്ടത് പറഞ്ഞത് നിനക്ക് സഹിക്കുന്നില്ല. നീ അനുഭവിച്ചു വന്നെങ്കിൽ നീ പഠിച്ചു തരല. നീ കണ്ടു. ഞാൻ അത്രേ പറയുന്നുള്ളൂ. എവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ, ഞങ്ങളെ ആരും തിരഞ്ഞു വരരുത്. എനിക്ക് എൻ്റെ ചേട്ടനില്ലാതെ എനിക്ക് പറ്റത്തില്ല. എൻ്റെ ചേട്ടൻ്റെ കൂടെ ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഞങ്ങളെ ഉപദ്രവിക്കാൻ ആരും വരില്ല. എനിക്ക് എൻ്റെ ചേട്ടനില്ലാതെ ഒരു നിമിഷം പോലും എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾ എവിടെയെങ്കിലും പോയി ജീവിച്ചോട്ടെ. ഞങ്ങൾ ജീവിക്കാൻ എവിടെയെങ്കിലും പോവാം. ഞങ്ങളെ ആരും ശല്യപ്പെടുത്തരുത്. ഞങ്ങൾ സന്തോഷമായിട്ട് എവിടെയെങ്കിലും ജീവിക്കരുത്. ഞങ്ങൾ ആത്മഹത്യ ചെയ്യത്തൊന്നുമില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരും. ഞങ്ങളെ ആരും ശല്യപ്പെടുത്താതിരുന്നാൽ മാത്രം മതി. ദൈവം വന്നിട്ട് ഞാൻ പറഞ്ഞില്ല. പറഞ്ഞപ്പോൾ നീ പറഞ്ഞു നിന്റെ അനിയത്തി എന്ന് പറഞ്ഞില്ലേ. ഇപ്പം അങ്ങനെ ഇരിക്കുന്നു നോക്ക്. നാണമില്ലല്ലോ ഇതൊക്കെ കാണിക്കുന്ന നാട്ടുകാർ. എന്താ അന്തസ്സായിട്ട് ഇരിക്കുന്ന പോലും കണ്ടോ? ചോദിച്ചു കേട്ടോ. കൊതിയും മതിയും തീരുമ്പോൾ ഇനി വരും. നീ നോക്കങ്ങോട്ട്. നീ ഇല്ല ആരണ്ട് പറഞ്ഞിട്ട് വേലിയാടിയ പശുവിനെ കൊല്ലുകൊണ്ടെന്ന് പറഞ്ഞതിൻ്റെ കൂട്ടം നിന്നെ ഈ കണ്ണീര് കുടിപ്പിച്ചതിൻ്റെ ഫലം അവളെ അനുഭവിച്ചോളൂ കേട്ടോ. അവനും ഇനി വരും തനിയെ. അവളെ കടഞ്ഞാൻ വെച്ചു. വന്നാലും വന്നില്ലല്ലോ. അവൻ ഇനി വരും തനിയെ. ഈ അവൻ ആഹാരം കാണിച്ചതന്നെ താനെ അവൻ അവളെ കളഞ്ഞു. ആ കൊതി തീരുമ്പോൾ ഇനി പോരും. എന്നാ എൻ്റെ നോക്ക്, നീ കണ്ണു തുറന്നു. ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ എന്നാലും നമ്മുടെ കൺമുമ്പിൽ ഇത് വന്നപ്പോഴേ സഹിക്കാൻ പറ്റത്തില്ല. എനിക്ക് അതിനെക്കാട്ടി സങ്കടം. നീ പിന്നെ ഇത്ര നീ ആയതുകൊണ്ട് ഇത്രയെങ്കിലും സഹിക്കുന്നു. എന്നെ കൊണ്ടന്ന് പറ്റത്തില്ല. അവൾ പോയി. ഈ ലോകം ഇങ്ങനെ ആയിപ്പോയല്ലോ ദൈവമേ. മനുഷ്യന് ഒരു മര്യാദ വേണ്ട. വേറെ ലോകത്ത് എല്ലാ ആണുങ്ങൾ കിടക്കുന്ന അവരെ ഒന്നും അവൾക്ക് പിടിക്കാൻ വയ്യ. സ്വന്തം ചേട്ടത്തി കണ്ണീര് കുടിപ്പിച്ചതിൻ്റെ വേണം അവൾക്ക് സൂഹിക്കാൻ. അതിൻ്റെ അവൾ അനുഭവിച്ചതിൻ്റെ അവൾ തന്നെ
വന്നോളും. നീ കണ്ടോ, വഴിയാധാരം ആവാനാ, കണ്ടോ. അതൊരു കുടുംബം കണ്ണീരിലഴിച്ച് അവൾ പിന്നെ ഈ വേല കാണിച്ചതിൻ്റെ ഫലമൊക്കെ കിട്ടും. നീ സമാധാനപ്പെടും.